Pajudin here from Team Hardcore Official. സോ ഇന്നൊരു പുതിയൊരു ടോപ്പിക്കാണ് ബോഡി ബിൽഡിങ്ങിൽ മെൻ ഫിസിക്, ക്ലാസിക് ഫിസിക്, ഓപ്പൺ ബോഡി ബിൽഡിംഗ്. ഈ മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മത്സരങ്ങളുണ്ട്. സോ അതിലോട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബോഡിയെ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത് അല്ലെങ്കിൽ ഏതാണ് നമ്മളെ ബോഡിക്ക് അനുയോജ്യമാവുന്നത് എന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടേണ്ട അച്ചീവ്മെൻറ്റ്സ് കിട്ടാതെ വരുന്നതും മേ ബി ചിലപ്പോൾ അതുകൊണ്ടാകാം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എയിം ഉണ്ടാവും. എനിക്ക് ഓപ്പൺ ബോഡി ബിൽഡിംഗ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് മെൻ ഫിസിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ക്ലാസിക് ഫിസിക്ക് ചെയ്യണം എന്നുള്ളൊരു എയിം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്കുള്ളിലുണ്ടാവും. സോ അത് എത്രത്തോളം ആണ് നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസിങ്, പോസിങ് കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാൽ കൂടി അവിടെ നിങ്ങളുടെ ബോഡിയിലെ ഒരു സ്ട്രക്ചർ വളരെ വലിയ രീതിയിൽ ഇമ്പോർട്ടൻറ്റ് എടുക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഹ്യൂജായിട്ടുള്ള മസിൽസും അതുപോലെ തന്നെ നല്ല ഹ്യൂജായിട്ടുള്ള ലെഗും കാര്യങ്ങളും എല്ലാം നല്ല വലിപ്പമുള്ള മസിലുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ബോഡി ബിൽഡിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൈസൊന്നും ഇല്ലാത്ത ബോഡിയാണ് നിങ്ങൾക്ക് എങ്കിൽ, പക്ഷേ നല്ല മസ്കുലറാണ്, നല്ല വോളിയം ഉള്ള മസിലാണ്, പക്ഷേ ബോഡിക്ക് വലിയ രീതിയിൽ വെട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസിക് ഫിസിക് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാക്സിൻ്റെ ഭാഗം നല്ല രീതിയിൽ വെറ്റ് സൈസ് കൂടുതലും ഹിപ്പിൻ്റെ ഭാഗത്തായിട്ട് വളരെ ലീനഡായിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ബോഡിയാണെന്നുണ്ടെങ്കിൽ, വി ഷേപ്പ് ബോഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആവുന്നത് മെൻസ് ഫിസിക്കിലാണ്. ഇനി ഓരോ ആൾക്കാർക്ക് അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് മെൻ ഫിസിക്കിലും ക്ലാസിക് ഫിസിക്കിലും ഓപ്പൺ ബോഡി ബിൽഡിങ്ങിൽ വരുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റുന്ന കണ്ടീഷൻ ചില ആൾക്കാർക്ക് 3 കാറ്റഗറിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടാറുണ്ട്. ഇനി ചില ആൾക്കാർക്ക് ക്ലാസിക് ഫിസിക്കും ഓപ്പൺ ബോഡി ബിൽഡിങ്ങും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോഡി, അതിൽ നമുക്ക് പോസിങ്ങിലുള്ള ചെറിയൊരു വ്യത്യാസം വരുത്തിയാലും നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മെൻ ഫിസിക് ആൻഡ് ക്ലാസിക് ഫിസിക്കും ചെയ്യാൻ വേണ്ടിയിട്ടായി പറ്റുന്ന ടൈപ്പ് ഓഫ് ബോഡി ഉള്ള ആൾക്കാരുമുണ്ട്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നമുക്ക് പ്രാക്ടീസിലൂടെയും നമ്മളെ പോസിങ്ങിൻ്റെ രീതിയിലൂടെയും നമുക്ക് ഒരുവിധം നമുക്കൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹത്തിൻ്റെ രീതിയിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെൻസ് ഫിസിക്കാണ് ചെയ്യേണ്ടത്, ചിലപ്പോൾ അവരുടെ ബോഡി ഫ്രെയിം വേറെ ഏതെങ്കിലും കാറ്റഗറീസിനായിരിക്കും സൂട്ടബിൾ ആകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ പോസിങ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളൊരു സൈഡാണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് കണ്ടീഷനിങ് പിടിച്ച് വരുന്ന സമയത്ത് നിങ്ങളെ പോസിങ് റൂട്ടീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ സ്ട്രക്ചർ ആ ഒരു ലാസ്റ്റ് കണ്ടീഷനിങ് ടൈമിൽ എന്ത് കാര്യത്തിനായിരിക്കും കൂടുതൽ മാച്ച് ആവുക എന്നുള്ള കാര്യം നിങ്ങളെ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ബോഡി ബിൽഡിങ്ങിനാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എങ്കിൽ, പക്ഷേ നിങ്ങൾ കണ്ടീഷനും പിടിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസിക് ഫിസിക്കാണ് കൂടുതൽ ബെറ്ററായിട്ട് തോന്നുന്നത് എങ്കിൽ ക്ലാസിക് ഫിസിക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി ചിലപ്പോൾ ക്ലാസിക് ഫിസിക്കിന് വേണ്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടീഷൻ പിടിച്ച് വരുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓപ്പൺ ബോഡി ബിൽഡിംഗ് ക്ലാസ്സിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഓപ്പൺ ബോഡി ബിൽഡിംഗ് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസിക് ഫിസിക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഓപ്പൺ ബോഡി ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ക്ലാസിക് ഫിസിക്കിനോ വേണ്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ബോഡി കണ്ടീഷൻ പിടിച്ച് വരുന്ന സമയത്ത് മെൻ ഫിസിക് ടൈപ്പ് ഓഫ് ബോഡി ആയിട്ടാണ് വരുന്നത് എങ്കിൽ മെൻ ഫിസിക്കിലോട്ടും നമുക്ക് കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയാണോ നമുക്ക് റെസ്പോൺസ് തരുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഹോപ്പ് ഈ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഫീൽഡ് അല്ലെന്നെങ്കിൽ നമുക്കുള്ള ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളൊരു ബേസിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ ചെറിയൊരു
എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആയിരിക്കും എനിക്ക് ഓക്കെ ആകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാതെയാണ് ഭൂരിഭാഗം ആൾക്കാരും ബോഡി ബിൽഡിങ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾക്കാരെന്നല്ല, ഒരു 50% ആൾക്കാർ അവൻ്റെ ബോഡി സ്ട്രക്ചറിന് അല്ലെങ്കിൽ അവൻ്റെ ബോഡി ടൈപ്പിന് ഏതായിരിക്കും ബെറ്റർ ക്ലാസ് അല്ലെങ്കിൽ ബെറ്റർ കാറ്റഗറി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ കാര്യം, നമുക്ക് എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, മെൻസ് ഫിസിക്ക്, ക്ലാസിക് ഫിസിക്ക്, ഓപ്പൺ ബോഡി ബിൽഡിംഗ്, ഈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മെഡിസിനുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യമാണ്. യാതൊരു രീതിയിലുള്ള വ്യത്യാസവുമില്ല. എല്ലാവർക്കും ചെയ്യുന്നത് ഒരേ ടൈപ്പ് ഓഫ് സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രോഗ്രാംസും ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബോഡി എങ്ങനെയാണോ റെസ്പോൺസ് ചെയ്യുന്നത്, നമ്മളെ ഗോൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുക എന്നുള്ള കാര്യമാണ് വേറൊരു സൈഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയറ്റിലാണെന്നുണ്ടെങ്കിലും അവരുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഡിപ്പെൻഡ്സ്, നമുക്ക് മെഷർമെൻറ്റ് ബേസിലോ അല്ലെങ്കിൽ കാലറി ബേസിലോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വർക്കൗട്ടിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് വരുന്നതായിരിക്കും. ഇപ്പോൾ മെൻസ് ഫിസിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൂടുതൽ പ്രൊജക്ഷൻ കിട്ടേണ്ട മസിലുകൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ട്രെയിൻ ചെയ്യേണ്ടി വരും. ക്ലാസിക് ഫിസിക്കിനാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മസിൽ ക്വാളിറ്റി കൂട്ടാനുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്, മസിലിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ. ഓപ്പൺ ബോഡി ബിൽഡിംഗ് കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം മസിൽസിൻ്റെ പൊട്ടൻഷ്യൽ കൂട്ടാനും അതുപോലെ തന്നെ മസിലിൻ്റെ കണ്ടീഷനിങ് പിടിക്കാനുള്ള പരിപാടികളാണ്. ആ ടൈപ്പ് ഓഫ് വർക്കൗട്ടുകളാണ് നമ്മൾ ഓപ്പൺ ബോഡി ബിൽഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്പെൻഡ്സ്, നമുക്ക് സൂട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷനിങ് പിടിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിക്ക് ഏത് കാറ്റഗറി ആണോ അനുയോജ്യമാവുന്നത് ആ കാറ്റഗറിയിൽ തന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ വർക്കൗട്ട്, ഏത് കാറ്റഗറി ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ വർക്കൗട്ടിൽ ചേഞ്ചസ് വരുത്തുക. ഇപ്പം മെൻസ് ഫിസിക്കിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചെസ്റ്റ്, ഡെൽറ്റ്, ലാക്സ്, ഇങ്ങനെയുള്ള ട്രൈസെപ്സ്, ഇങ്ങനെയുള്ള മസിൽസിന് മാക്സിമം പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കണ്ടീഷനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള വർക്കൗട്ടിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലാസിക് ഫിസിക്കിലാകുമെന്നുണ്ടെങ്കിൽ എല്ലാ മസിലും വേണം, പക്ഷേ ഒരുപാട് ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം കൊള്ളാവുന്നുള്ള നല്ലൊരു ഫിസിക്കിൽ മാക്സിമം മസിലിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഒപ്പം ബോഡി ബിൽഡിങ്ങിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ മസിലുകളുടെയും വലിപ്പവും അതിനോടൊപ്പം തന്നെ മസിലിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സപ്ലിമെൻറ്റേഷനിലോ ഡയറ്റിലോ അല്ലെങ്കിൽ PDCയിലോ ഒന്നും വേറെ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡിപ്പെൻഡ്സ്, എങ്ങനെയാണോ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്റ്റാക്ക്, നമ്മുടെ മീൽസ്, കാര്യങ്ങൾ എല്ലാത്തിലും ഡിഫറൻസ് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.